one emotional thing that we want to work on. We want to look at it from the angle of iniquity. നമ്മൾ ഏതെങ്കിലും ഒരു വികാരത്തിന്റെ ഏത് വികാരമാണ് നമ്മളെ ബാധിക്കുന്നത് അത് നമ്മൾ അകൃത്യത്തിന്റെ കോണിൽ നിന്നും നോക്കുമ്പോൾ. Are you understanding? So all of you have got one emotional issue that you want to work on. നിങ്ങൾക്ക് ഇന്ന് എനിക്ക് ഇതിനോടൊന്ന് നേരിട്ടേ പറ്റൂ എന്ന് ഉള്ള എന്തെങ്കിലും ഒരു വൈകാരിക തലം നിങ്ങൾക്കുണ്ടോ? Can we pray for family members, and up to what age can we pray? നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് എത്ര പ്രായം വരെ പ്രാർത്ഥിക്കാൻ പറ്റും? So there are two things in this. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. My mother still prays for me. എൻ്റെ അമ്മ ഇപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. My father still prays for me. എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കും. That is intercession. അതിനെ പക്ഷപാതം എന്ന് പറയും. But I can pray for my children up to the age of 20 as if I have committed it, and I can break the power of that. എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി 20 വയസ്സ് പ്രായം ആകുന്നത് വരെ അവരുടെ മേലുള്ളതായ ശാപങ്ങൾ മുറിക്കുവാനായിട്ടുള്ള അധികാരമുണ്ട്. Not only curse but also iniquity. ശാപം മാത്രമല്ല അകൃത്യത്തെ മുറിക്കുവാനുമുള്ള അധികാരം. So I have got 2 daughters. എനിക്ക് 2 പെൺകുട്ടികളാണ്. One is 25. ഒരാള് 25 വയസ്സും. For her I can only intercede. I cannot stand in the gap before God like I have done it. ഞാൻ ചെയ്തതുപോലെ ഇതുവരെ ചെയ്തു വന്നതുപോലെ ഇനിയും എനിക്ക് അവളുടെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കില്ല. But I can intercede for her. എങ്കിലും എനിക്ക് അവൾക്ക് വേണ്ടി പക്ഷപാതം കഴിക്കാൻ പറ്റും. Are you understanding? So when I pray for my 17-year-old, it is if she is committed a sin, I stand in the gap as if I have committed, not her. ഇപ്പോൾ എൻ്റെ 17 വയസ്സ് പ്രായമുള്ളതായ എൻ്റെ മകൾക്ക് വേണ്ടി അവളല്ല ഞാൻ പാപം ചെയ്തതുപോലെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവളെ ഒരു മറവിൽ നിർത്തുവാൻ എനിക്ക് കഴിയും. Are you understanding? Up to the age of 20, when she becomes 21, I cannot do that anymore. 20 വയസ്സ് പ്രായമാകുന്നത് വരെ എനിക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. പക്ഷെ അവൾ 21 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. So then I can only intercede for her. പിന്നീട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് അവൾക്ക് വേണ്ടി പക്ഷപാതം കഴിക്കാൻ പറ്റും. How did I come to this conclusion? ഈ ഒരു സമാപനത്തിലേക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന്റെ സമാപ്തിയിലേക്ക് എനിക്ക് എങ്ങനെ വരാൻ പറ്റുന്നു? Because Joshua and 12 spies crossed the Jordan, went into the promised land. കാരണം 12 ഒറ്റുകാരും യോശുവയും 12 ഒറ്റുകാരും അവർ യോർദാൻ നദി മറികടന്ന് അപ്പുറത്തെ ദേശത്ത് ചെന്നപ്പോൾ they came back with a bad report. അതിൽ 12 ഒറ്റുകാർ പോയതിൽ അവർ കുറച്ചു പേര് വളരെ മോശമായിട്ടുള്ള വാർത്ത കൊണ്ടുവന്നപ്പോൾ and God said to them, everybody who is 20 and above will not enter into the promised land. Anybody who is less than 20 will enter the promised land. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, 20 വയസ്സിന് മുകളിലോട്ടുള്ള ഒരാൾ പോലും ആ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുകയില്ല. 20 വയസ്സിന് താഴെയുള്ള ആ പുതിയ തലമുറ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. Are you understanding? He made a distinction between 20 and 21. ദൈവം തന്നെ 20 വയസ്സും 21 വയസ്സിന്റെ ഇടയിൽ ഒരു വ്യത്യാസം അവിടെ കൊണ്ടുവന്നു. You go for war to fight in the Israeli army only at the age of 20. നിങ്ങൾ ഒരു ഇസ്രായേലി സൈന്യത്തിൽ ചേർന്ന് യുദ്ധത്തിന് പോകണമെങ്കിൽ നിങ്ങൾക്ക് 20 വയസ്സ് പ്രായമേ ആകാൻ പറ്റൂ. Are you understanding? At the age of 20 only you become eligible, because that's when you become an adult. നിങ്ങൾ ഒരു പ്രായപൂർത്തിയാകുന്ന ഒരു വ്യക്തിയായി തീരുന്നത് 20ാമത്തെ വയസ്സിലാണ്. Now medically, ഇനി നമ്മൾ വൈദ്യശാസ്ത്രപരമായി ചിന്തിച്ചേ. So you have a brain. നിങ്ങൾക്ക് ഒരു തലച്ചോറുണ്ട്. You also have something called the frontal cortex. ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങളുടെ തലച്ചോറിലുണ്ട്. So the brain is the center that gathers all the information, processes it. നിങ്ങളെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുന്നത് തലച്ചോറിന്റെ പ്രധാന ഭാഗത്താണ്.
and it will process also. അതാണ് അതിന്റെ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. But up till the age of 21, your frontal cortex does not develop fully. എന്നാൽ 21-ാമത്തെ വയസ്സ് വരെ നിങ്ങളുടെ തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ആ ഭാഗം പ്രവർത്തനരഹിതമായിരിക്കും. The frontal cortex function is to make logical decisions. നമ്മുടെ ഏതെങ്കിലും തരം യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന തലച്ചോറിന്റെ ഭാഗം പ്രവർത്തിക്കുന്നത്. So when you don't have the frontal cortex developed, you make only emotional decisions. നിങ്ങൾക്ക് യുക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയാത്ത ഒരു പ്രായത്തിൽ വൈകാരികമായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമേ കൈക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കൂ. So only when the frontal cortex grows, you make logical decisions. Up till that point of time, you make emotional decisions. നിങ്ങളുടെ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ആ ഭാഗം എപ്പോൾ വികാസം പ്രാപിക്കുമോ അതുവരെ നിങ്ങൾക്ക് യുക്തിപരമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയില്ലാത്തവരാകുകയും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വൈകാരികമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ തോന്നലിൽ നിന്നുളവാകുന്ന തീരുമാനങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റൂ. So that is why some children, when you tell them to do something, they don't understand the logic. That is why to teenagers and below teenagers, you have to keep repeating the same instruction over and over again. അതുകൊണ്ടാണല്ലോ ഈ പ്രായപൂർത്തിയാകാത്ത 19 വയസ്സ് വരെ പ്രായമുള്ള ഈ ടീൻ പ്രായത്തിലുള്ള ആളുകളോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് തോന്നുന്നതായ തരത്തിലുള്ള ഒരു വൈകാരിക തലത്തിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ അവർക്ക് യുക്തിപരമായിട്ടൊരു ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ അവർക്ക് പ്രാപ്തിയില്ല സമയത്ത്. Because they don't have the frontal cortex. അതിന്റെ കാരണം ഇതാണ്, ആ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗം വികാസം പ്രാപിച്ചിട്ടില്ല, അവിടെ അവർക്ക് തീരുമാനമെടുക്കാനുള്ള പ്രാപ്തിയായിട്ടില്ല. So many parents, they get frustrated when they tell their teenagers, do this, but the teenagers don't seem to understand. പല മാതാപിതാക്കന്മാരും ഈ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളോട് ഒരു കാര്യം പലതവണ പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകാത്തതിന്റെ കാര്യം ഈ ഫ്രണ്ടൽ കോർട്ടെക്സ് ഇതുവരെ അതിന്റെ വികാസം പ്രാപിക്കാത്തത് കൊണ്ടാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. Are you understanding? It's only when it starts growing that they make logical decisions. പ്രിയരേ, ഈ ഭാഗം എപ്പോൾ വികാസം പ്രാപിക്കുമോ അപ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക്, പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് യുക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ തെറ്റേത് ശരിയെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് എടുക്കാൻ പറ്റുകയുള്ളൂ. That is why we need to guide them to make some good decisions. അതുകൊണ്ടാണല്ലോ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ അവരെ കൈപിടിച്ച് നടത്തണം, വഴികാട്ടണം എന്ന് പറയുന്നത്. So I told my children, up till the age of 21, these are the rules in my house and this is how we will follow. When you become 21, I will never ask you why you made that decision. I will just support you to make decisions. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രായം വരെയേ എനിക്ക് നിങ്ങൾക്ക് ഉപദേശം ഈ രീതിയിൽ തരാനായിട്ട് പറ്റുകയുള്ളൂ. I will have got very strong boundaries in the house. എൻ്റെ വീട്ടിൽ വളരെ കാർക്കശ്യമായിട്ടുള്ള അതിരുകൾ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. കാരണം അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് അവർക്ക് കഴിയത്തില്ല. എന്നാൽ 21 വയസ്സിന് ശേഷം അവർ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ഞാൻ അവരോട് ഒരിക്കലും ചോദിക്കത്തില്ല. കാരണം അതിന് മുമ്പ് വരെയുള്ള കാര്യങ്ങളെ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. So when my older child became 21, she came and told me certain decisions. I said I will support you to implement those things. എൻ്റെ മൂത്ത മകൾക്ക് 21 വയസ്സ് പ്രായമായപ്പോൾ അവൾ എൻ്റെ അടുക്കൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നീ എടുക്കുന്ന തീരുമാനത്തിന് ഞാൻ എൻ്റെ എല്ലാ തരത്തിലുള്ള പിന്തുണയും നിനക്ക് നൽകി തരും. My 17-year-old comes and tells me the same thing. I will tell her, no, you can't do that. എന്നാൽ 21-കാരി വന്ന് പറയുന്നത് പോലെ 17-കാരി വന്ന് എൻ്റെ അടുക്കൽ വന്ന് പറയും, ഞാനും ഇതുപോലെ ചേച്ചി എടുത്ത പോലെ തീരുമാനം എടുക്കാൻ പോവാണെന്ന് പറയും. ഞാൻ പറയും, നിനക്ക് പറ്റത്തില്ല, നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. Because she is not ready to make such decision. She needs to take decisions under my guidance. അങ്ങനെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൾക്ക് സ്വന്തമായിട്ട് വിവേകബുദ്ധിയിൽ ഒരു തീരുമാനം എടുക്കാനുള്ള പ്രാപ്തിയാകാത്തത് കൊണ്ട് എൻ്റെ ഗൈഡൻസിൽ നിന്നും എടുക്കുന്ന തീരുമാനം മാത്രമേ അനുവദനീയമുള്ളൂ. So every decision she has to come and discuss with us, and then we will logically look at it, why she is making that decision, and then help her in that process. അവൾ എടുക്കുന്ന ഓരോ തീരുമാനവും ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിൻ്റെ തെറ്റ് ശരി എല്ലാം വേർതിരിച്ചറിഞ്ഞതിന് ശേഷം
എന്തുകൊണ്ട് അത് പാടില്ല അല്ലെങ്കിൽ സാധ്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തമായ അതിര് ഞങ്ങൾ വരച്ചിട്ടുണ്ട്. Are you understanding? We can pray for our children up till the age of 20 as if we have committed it. After 20, they have to take responsibility. ഈ നമ്മൾ 20 വയസ്സ്, നമ്മുടെ മക്കൾ 20 വയസ്സ് പ്രായം ആകുന്നത് വരെ അവരെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നമ്മുടെ അറിവോടും നമ്മുടെ വഴികാട്ടലിലൂടെ മാത്രമായിരിക്കണം. അതിനുശേഷം അവരെടുക്കുന്ന തീരുമാനത്തിന് നമ്മൾ പിന്തുണ കൊടുക്കുക മാത്രമേ നമുക്ക് സാധ്യമുള്ളൂ. Another one I want to talk about is that when we ask God, when we say sorry to God. മറ്റൊരു കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് ദൈവമേ ക്ഷമിക്കണം എന്ന് നമ്മൾ ഖേദം പ്രകടിപ്പിക്കുന്ന സമയത്ത്, So normally repentance means turning 180 degrees. സാധാരണ ഒരു മാനസാന്തരം എന്ന് പറയുന്നത്, അനുതാപം എന്ന് പറയുന്നത് 180 ഡിഗ്രി തിരിഞ്ഞു വരുന്നതാണ്. That means if I'm going in this direction, I turn in this direction. ഞാനിപ്പോൾ ഇങ്ങനെ പോകുന്ന ഇത് 180 ഡിഗ്രി ആകുമ്പോൾ ഞാൻ വന്നതിൻ്റെ നേരെ വിപരീത ദിശയിലേക്ക് പോകുന്നതാണ്. That is repentance. അതാണ് മാനസാന്തരം. But biblical repentance is much deeper than that. എന്നാൽ വേദപുസ്തക മാനസാന്തരം അതിനേക്കാളും ആഴം ഏറിയതാണ്. We find that many times we say sorry and we still go and do the same thing. പലപ്പോഴും നമ്മൾ സോറി പറഞ്ഞ കാര്യത്തിന്, ക്ഷമിക്കണം ഖേദം പ്രകടിപ്പിച്ച അതേ കാര്യം വീണ്ടും വീണ്ടും നമ്മൾ പോയി ചെയ്യുക. So but biblical repentance is such that it will stop us from repeating it. എന്നാൽ ഒരു വേദവചന അനുതാപം എന്ന് പറയുന്നത്, മാനസാന്തരം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ ഖേദം പ്രകടിപ്പിച്ച വിഷയം പിന്നീട് ഒരിക്കലും തിരിഞ്ഞുപോയി ചെയ്യാത്തതാണ്. So how does that work? എങ്ങനായിരിക്കും അത് പ്രവർത്തിക്കുക? So there are, in addition to saying taking responsibility for what we did, ഇങ്ങനെ ഞാൻ കൂട്ടി പറയാം, നമ്മൾ ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, yeah, so we take responsibility. That is step 1. അതാണ് ഒന്നാമത്തെ വചനപ്രകാരമുള്ള നമ്മുടെ അനുതാപത്തിൻ്റെ ഒരു ലക്ഷണം. അതായത് നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നു. We don't try to justify, I did this because you did that. നീ അത് ചെയ്തത് കൊണ്ടല്ല ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ പോകാത്തതാണ്. We take full responsibility for our part and just stop it there. ദൈവികമായിട്ടുള്ള ഒരു മാനസാന്തരത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത്, ഇപ്പോൾ ആര് മുഖാന്തരമാണ് പാപം ചെയ്തതെങ്കിലും തെറ്റ് ചെയ്തതെങ്കിലും അത് മറ്റാരുടെയും തലയിൽ അടിച്ചേൽപ്പിക്കാതെ ഞാൻ മാത്രമാണ് ഇതിൻ്റെ കുറ്റക്കാരൻ, ഞാൻ മാത്രമാണ് ഇതിൻ്റെ കുറ്റക്കാരി എന്ന് പറഞ്ഞ് സ്വയം അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതാണ്. Not full, only responsibility for your part. നിങ്ങളുടെ ഭാഗത്തുള്ള ആ ഉത്തരവാദിത്വം എല്ലാം. Don't take full responsibility of everything. You take responsibility of only your part. നിങ്ങളുടെ ഭാഗത്ത് എന്താണോ ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുന്നു. Okay. Step 2. രണ്ടാമത്തെ പടി, you have to see how that decision that you made has affected you. നിങ്ങൾ എടുത്ത തീരുമാനം നിങ്ങളെ ഏത് രീതിയിൽ അത് ബാധിച്ചു. All right. Number 3, you look at how it has affected the other person. മൂന്നാമത്, നിങ്ങളെടുത്ത തീരുമാനം നിങ്ങളെ ബാധിച്ചതും കൂടാതെ നിങ്ങളെടുത്ത തീരുമാനം മൂലം മറ്റ് വ്യക്തികളെ അതെങ്ങനെ ബാധിച്ചു. Number 4, നാലാമത്, how it has affected Jesus. നിങ്ങളെടുത്ത തീരുമാനം നിങ്ങളെ ബാധിച്ചു, മറ്റുള്ളവരെ ബാധിച്ചു, യേശുവിനെ എങ്ങനെ ബാധിച്ചു. Are you understanding? We never think that whatever decision we make or whatever sin we are doing, that it's actually affecting Jesus. നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ നമ്മൾ ചെയ്തതായ പാപം അത് യേശുവിനെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്? It's very important. When we start understanding the impact it has on Jesus, everything changes. നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണോ നമ്മൾ ചെയ്യുന്നതായ അകൃത്യമാകട്ടെ, പാപമാകട്ടെ, തെറ്റാകട്ടെ, തീരുമാനമാകട്ടെ, അത് യേശുവിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ എപ്പോൾ തിരിച്ചറിയുമോ അന്ന് നമ്മൾ ഇതെല്ലാം നിർത്തും. Say for example, ഉദാഹരണത്തിന്, Cain and Abel bring an offering before God. ദൈവം മുമ്പാകെ കായിനും ഹാബേലും യാഗം അർപ്പിക്കാൻ വന്നു. Abel did correct things. ഹാബേല്
അവൻ കൊടുക്കേണ്ട യാഗം കൊടുത്തു. Cain brought also an offering, but God was not pleased with it. കായീനും ഒരു യാഗം കൊണ്ടുവന്നെങ്കിലും ദൈവം അവന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല. All right, now, if we stop at that point and look at what are the options Cain had. നമ്മൾ ആ ഭാഗം അവിടെ നിർത്തുമ്പോൾ കായീനും മറ്റെന്തെങ്കിലും ഒരു മാർഗം അത് കൂടാതെ ഉണ്ടായിരുന്നോ എന്നുകൂടെ ചിന്തിക്കണം. So, God came to him and said that sin is at your doorstep. കായീന്റെ അടുക്കൽ ദൈവം പറയുകയാണ്, കർത്താവ് പറയുകയാണ്, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു. Cain, what Cain did is he got very angry. കായീൻ എന്താ ചെയ്തത്? അത് കേട്ടപ്പോൾ തന്നെ അവന് ഭയങ്കര കോപമുണ്ടായി. Not towards God, but towards Abel. ദൈവത്തോടല്ല, അവന്റെ സഹോദരനോട്. You have to understand this. So, they are coming to God to please him. രണ്ടുപേരും എന്തിനാ വന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. Now, Cain's thinking is this: because there were two options that God had, that is why God chose that option. കായീൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഈ ദൈവത്തിന്റെ മുമ്പാകെ യാഗം കൊണ്ടുവരുവാൻ രണ്ട് മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് രണ്ടിൽ ഒരെണ്ണത്തെ ദൈവം സ്വീകരിച്ചെന്നാണ് അവൻ ചിന്തിച്ചത്. If Abel was not there and only Cain brought the offering, what would God say? ഇനി നേരെ തിരിച്ചു ചിന്തിച്ചു നോക്കിക്കേ, ഹാബേൽ അവിടെ ഇല്ല, ഹാബേൽ യാഗവും കൊണ്ടുവന്നില്ല, ആകെ യാഗം കൊണ്ടുവന്നത് ഒരു കായീൻ മാത്രമാണെങ്കിൽ ഈ യാഗത്തെക്കുറിച്ച് ദൈവം എന്തായിരിക്കുമായിരുന്നു ചിന്തിച്ചത്? He doesn't have anything to compare. കാരണം താൻ കൊണ്ടുവന്ന യാഗവും മറ്റൊരു യാഗവുമായിട്ട് താരതമ്യം ചെയ്യുവാൻ, തുലനം ചെയ്യുവാൻ മറ്റൊന്നില്ലല്ലോ. So Cain is thinking, my offering is not the problem, Abel is the problem. If he was not there, my offering would have pleased God. ഈ കായീൻ ചിന്തിച്ച എന്താണെന്നറിയാമോ? യഥാർത്ഥത്തിൽ ഞാൻ കൊണ്ടുവന്ന യാഗമല്ല ഇവിടുത്തെ പ്രശ്നം, ഇവനാണ്, ഈ ഹാബേലാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. ഇവൻ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ യാഗം നേരെ അങ്ങ് ദൈവം പ്രസാദിച്ച് അത് കൈക്കൊള്ളുകയില്ലായിരുന്നു. Are you understanding? So he took him aside and killed him. അതുകൊണ്ടാണ് അവനെ വയലിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് അവനെ കൊന്നുകളഞ്ഞു. What are the other options Cain had? കായീന് മറ്റെന്തെല്ലാം മാർഗങ്ങൾ ഉണ്ടായിരുന്നു? So, number one, ഒന്ന്, he could have gone to Abel and said, Abel, you know, God accepted your offering. Why he did not accept mine? What did you do so that God would accept my offering? ഒരു പക്ഷെങ്കിൽ കയീൻ ഇങ്ങനെ ചെയ്യാമായിരുന്നു, ഹാബേലിന്റെ അടുക്കലേക്ക് ചെന്നിട്ട്, എടാ നിന്റെ യാഗം മാത്രം ദൈവം സ്വീകരിച്ചു, എന്തുകൊണ്ടാണ് എൻ്റെ സ്വീകരിക്കാതിരുന്നത്? നീ എൻ്റെ സ്വീകരിക്കാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്തതെന്ന് അവനോട് ചോദിക്കാമായിരുന്നു. That is option one. അതാണ് ഒന്നാമത്തെ മാർഗം. Second option, രണ്ടാമത്തെ മാർഗം, he could have gone to Adam and Eve. കായീന് മാതാപിതാക്കന്മാരായ ആദമിന്റെ ഹവ്വയുടെ അടുക്കൽ ചെന്നിട്ട്, and he could have said, Dad, you know this God so well because you walked with him. Can you tell me what would please him? ആദമിന്റെ അടുക്കൽ ചെന്നിട്ട് ആദാമിനോട് പറയാം, ഡാഡി, ദൈവവുമായിട്ട് ഒരുപാട് കാലം നടന്ന വ്യക്തി എന്ന നിലയിൽ, ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാവുന്ന ആളെന്ന നിലയിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്താണ് ദൈവത്തിന് വേണ്ടതെന്ന്? Are you understanding? That was an option that Cain had. കയീന് മറ്റൊരു മാർഗം ഉണ്ടായിരുന്നു. Option number 3. മൂന്നാമത്തെ മാർഗം, he could have gone to God. ആരുടെ അടുക്ക പോകണ്ട? ഹാബേലിന്റെ അടുക്ക പോകണ്ട, ആദാമിന്റെ അടുക്കൽ പോകാതെ നേരെ ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് he could have gone to God and said, I'm so sorry that my offering did not please you. ദൈവമേ, ഞാൻ കൊണ്ടുവന്ന യാഗം അങ്ങേക്ക് പ്രസാദമാകാതിരുന്നതിൽ ഒരുപാട് ഖേദിക്കുന്നു എന്ന് പറയാമായിരുന്നു. Can you teach me how to make an offering? എങ്ങനെ ഒരു നല്ല യാഗം നടത്തണമെന്ന് എന്നെ ഒന്ന് പഠിപ്പിക്കാമോ എന്ന് അവന് ചോദിക്കാമായിരുന്നു. This is my imagination. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, God would have immediately come down. തീർച്ചയായിട്ടും ഇവൻ ചെന്നിരുന്നെങ്കിൽ അവന്റെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി വന്ന്, just like he walked with Adam, he would have said, you know, Cain, you bring a good offering, this is how you bring an offering. ആദാമിന്റെ അടുക്കൽ ദൈവം നടന്നതുപോലെ തന്നെ ഇവന്റെ അടുക്കൽ വന്നിട്ട്, കയീനെ, നീ തീർച്ചയായിട്ടും നിനക്ക് ഇങ്ങനെയാണ് യാഗം കഴിക്കേണ്ടിയിരുന്നത് എന്ന് അവനോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. He would have made him have a PhD in making an offering. ഒരു പക്ഷെങ്കിൽ ദൈവം അവനെ യാഗം കഴിക്കുന്ന വിഷയത്തിൽ ഒരു നല്ല ഡോക്ടറേറ്റ് ബിരുദം നൽകി കൊടുക്കുമായിരുന്നു ദൈവം. Are you understanding? He would have explained the principles that operate behind it. ആ ഒരു യാഗം നടത്തുന്നതിന്റെ പിറകിലുള്ളതായ എല്ലാ കാര്യങ്ങൾ, തത്വങ്ങളെ കുറിച്ചും കായീന് വേണമെങ്കിൽ യഹോവയായ ദൈവം എല്ലാം വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു. Cain
Cain, imagine the level of intimacy that Cain and God would have now. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ തരത്തിലല്ലായിരുന്നു അവന്റെ പെരുമാറ്റമെങ്കിൽ തീർച്ചയായിട്ടും ദൈവവും കായീനും തമ്മിലുള്ളതായ ഗാഢമായ സൗഹൃദത്തിന്റെ ആഴം എത്ര വലുതായിരുന്നു എന്ന് ഒന്ന് ചിന്തിപ്പാനായിട്ട് കഴിയുമോ? Are you understanding? It's the same with you and me. ഇതുപോലെ തന്നെയാണ് നമ്മോടുള്ള ബന്ധത്തിലും ദൈവം പെരുമാറുന്നത്. Suppose Pastor James does something to hurt me. ഒരുപക്ഷെ പാസ്റ്റർ ജെയിംസ് അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്തു. I have 4 options. എൻ്റെ മുമ്പിൽ 4 മാർഗങ്ങളുണ്ട്. I can go to him. വേണമെങ്കിൽ ഇവന്റെ കോളറിന് കുത്തിപ്പിടിക്കാം. Option 1. ഒന്നാമത്തെ മാർഗം. Option 2. രണ്ടാമത്തെ മാർഗം. I can go to him and say, you did this to me. Can you explain what feelings did you have? നീ എന്നോട് ഇത് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? നിനക്ക് എന്ത് കാരണം കൊണ്ടാണ് ഇത് ചെയ്തതെന്ന് എന്നോടൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാമായിരുന്നു. How have I hurt you that you had to behave like this with me? എന്നോട് ഇങ്ങനെ പെരുമാറാൻ എൻ്റെ എന്ത് പ്രവൃത്തിയാണ് നിന്നെ അതിന് കാരണമാക്കിയത്? Are you understanding? I'm trying to understand what he is feeling. മനസ്സിലാകുന്നുണ്ടോ? കായിനോട് ദൈവം ഇതുപോലെ ചെയ്യുമായിരുന്നു, ഇതുപോലെ നമ്മൾ എന്താണ് വിഷമം വരുത്തിയതെന്ന് ചോദിച്ചറിയാൻ സാധിക്കും. Third option is that Cain, I have is that I go to God and say, God, Pastor James has behaved like this with me. What do you think I should do? മൂന്നാമത്തെ ഓപ്ഷൻ മാർഗമെന്ന് പറയുന്നത്, പാസ്റ്റർ ജെയിംസ് എന്നെ വിഷമിപ്പിച്ചപ്പോൾ, ബുദ്ധിമുട്ടിപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ എനിക്ക് ചെന്നിട്ട്, ദൈവമേ ഈ ജെയിംസ് എന്നെ ഇതുപോലെ ബുദ്ധിമുട്ടിപ്പിച്ചു, ഞാൻ എന്താണ് ഇതിൻ്റെ മധ്യത്തിൽ ചെയ്യേണ്ടതെന്ന്, എന്താണ് എനിക്ക് അനുഭവിക്കുന്നതെന്ന് ചോദിക്കാമായിരുന്നു. So what do you think God will do? ദൈവം എന്ത് ചെയ്യുമെന്നായിരിക്കും നിങ്ങളുടെ ധാരണ? He will immediately give me an option. തീർച്ചയായിട്ടും ഉടനടി എനിക്കൊരു മാർഗം ദൈവം പറഞ്ഞു തരും. My level of intimacy with God will increase. അങ്ങനെ ഞാൻ ചെയ്യുന്ന പക്ഷം ദൈവവുമായിട്ടുള്ള എൻ്റെ ഗാഢ ആ ബന്ധം അത് വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ. Are you understanding? He will equip me with tools of how to overcome these challenges. ഈ തരത്തിലുള്ള വെല്ലുവിളികളെ എനിക്ക് എങ്ങനെ നേരിടാം, അതിജീവിക്കാം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ആയുധങ്ങൾ, മാർഗങ്ങൾ ദൈവം എനിക്ക് തന്ന് എന്നെ സഹായിക്കുക ചെയ്യുമായിരുന്നു. When Pastor James did this to me, I feel betrayed. I feel very emotional. പാസ്റ്റർ ജെയിംസ് എന്നോട് ഇത് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ടായി, എന്നെ ഒറ്റിക്കൊടുത്തു എന്നുള്ള ആ കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം മുറിപ്പെട്ടു. If I don't go to God, ഞാൻ ഇനി ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നില്ലെങ്കിലോ, and if I am just sitting quietly and thinking, "Ayyo, why did he do that?" ഇനി ഞാൻ ദൈവത്തിന്റെ അടുക്കൽ പോകാതെ ഞാൻ തന്നെ വീട്ടിൽ കുത്തിയിരുന്നോണ്ട്, ഓ എൻ്റെ ദൈവമേ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ, what do you think will happen? എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു? Somebody will come and tell me, James is always like that. He's a bad man. Tell everybody about him. ഹല്ലേലൂയ. അപ്പം ഞാനിങ്ങനെ വിഷമിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അടുക്കൽ ഒരുത്തം വന്നിട്ട് പറയും, എടാ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല, ഇവൻ പണ്ട് തൊട്ടേ ഇങ്ങനെ ആയിരുന്നു, ഇതെല്ലാവരോടും നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞേക്കണമെന്ന് പറയും. Are you understanding? Now Jesus has already won the victory over Satan. Now instead of crushing him, I am partnering with Satan. നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ യേശു സാത്താന്റെ തലയെ നേരത്തെ തന്നെ ക്രൂശിൽ തകർത്ത് കളഞ്ഞതാണ്. ഇപ്പം അവനെ കഷ്ണം കഷ്ണമാക്കാൻ നമ്മളും കൂടെ അവന്റെ കൂടെ പങ്കാളിയായിട്ട് തീരുകയാണ് ഈ പ്രവൃത്തിയിലൂടെ ചെയ്യുന്നത്. Are you understanding? We can overcome the enemy, use the tools that Jesus has already won to overcome the enemy. ശത്രുവിനെ വിജയിക്കുവാൻ നമ്മൾ പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നും വേറെ എവിടുന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. യേശു ശത്രുവിനെ തകർക്കുവാനായിട്ട്, ഉന്മൂലനം ചെയ്യുവാൻ ക്രൂശിൽ ചെയ്തതായ അതേ ആയുധം നമ്മൾ എടുത്താൽ മാത്രം മതിയാകും. Are you understanding? So here we could have used to learn or practice to use the tools that Jesus has given us. Amen. Instead of that, we pick up weapons that Satan has given. നമ്മൾ ചെയ്യുന്ന എന്താണെന്നറിയാമോ? യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ പിശാചിനെ തകർക്കുവാൻ വേണ്ടി തകർത്ത ആ ആയുധങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നതിന് പകരമായിട്ട് മറ്റുള്ളവർ, പിശാച് നമ്മുടെ കയ്യിൽ തരുന്നതായ ആയുധങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ സ്വയമായിട്ട് അവനെ എതിരിടാനായിട്ട് പോവുകയാണ്. So understanding this, so repentance involves 4 things that we have to do.
ഒരു മനസാന്തരം എന്ന് പറഞ്ഞാൽ, അനുതാപനം എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. We see that this is what David did. ദാവീദ് ചെയ്ത ഇതാണ്. He sinned with Bathsheba. അവൻ ബത്ശേബയുമായി പാപം ചെയ്തപ്പോൾ He took full responsibility. അവൻ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്തു. He did not turn around and say, she was showing all her body parts, that's why I got attracted. അവള് എന്നെ എല്ലാ ശരീരവും കാണിച്ചത് കൊണ്ടാണ് ഞാൻ അവളിലേക്ക് ആകർഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് ആ കുറ്റം മുഴുവൻ അവളുടെ തലയിലോട്ട് ചുമത്താൻ അവൻ ഒരുങ്ങിയില്ല. He took full responsibility. ദാവീദ് ചെയ്തത് എന്താണ്? മുഴുവൻ ഉത്തരവാദിത്വവും അവൻ ഏറ്റെടുത്തു. Not only did he do that, he also understood the fact that it had damaged Bathsheba and her husband and Ahithophel and everybody. മാത്രമല്ല, ആ താൻ ചെയ്തതായ ആ പ്രവണത കൊണ്ട് ആ ബത്ശേബയ്ക്ക് അത് ബുദ്ധിമുട്ടായി, അവളുടെ ഭർത്താവിന് ബുദ്ധിമുട്ടായി, അത് മാത്രമല്ല അവളുടെ അപ്പന് ബുദ്ധിമുട്ടായി എന്ന് മനസ്സിലായി. Are you understanding? He understood all those things. ഇതെല്ലാം ദാവീദിന് മനസ്സിലായി. Then what did he do? എന്നിട്ട് ദാവീദ് എന്താ ചെയ്തത്? He threw himself at God's mercy. ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് ദൈവമുമ്പാകെ അവൻ വീണ് കിടന്നു. He understood that only God can equip him. തന്നെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല എന്ന് ദാവീദിന് മനസ്സിലായി. In Psalm 51 he says, don't take your Holy Spirit from me, restore unto me the joy of your salvation. അതുകൊണ്ടാണ് ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ ആമേൻ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ, ആമേൻ നിന്റെ ആ സന്തോഷം എനിക്ക് രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചത്. He looked for tools from God. ദൈവത്തിൽ നിന്നും അവൻ രക്ഷപ്പെടുവാനുള്ള ആയുധത്തെ അവൻ നോക്കുകയായിരുന്നു. He looked for things from God. ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് അവൻ അന്വേഷിച്ചത്. So now what we want to do is, if you have identified an iniquity or a sin in your own life, നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അകൃത്യമോ പാപമോ ഇതുപോലെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുന്നെങ്കിൽ, so the emotional one that we picked, we are looking at that one. നമ്മൾ ഇപ്പോൾ കണ്ടത് വൈകാരിക തലത്തിൽ ഉണ്ടായിട്ടുള്ള ആ അകൃത്യത്തെ കുറിച്ചാണ്. അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. So you have found one iniquity that is affecting you. നിങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരകൃത്യം നിങ്ങൾ ഇന്ന് കണ്ടുപിടിച്ചാൽ, One emotional thing that we want to work on, we want to look at it from the angle of iniquity. നമ്മൾ ഏതെങ്കിലും ഒരു വികാരത്തിന്റെ ഏത് വികാരമാണ് നമ്മളെ ബാധിക്കുന്നത് അത് നമ്മൾ അകൃത്യത്തിന്റെ കോണിൽ നിന്നും നോക്കുമ്പോൾ. Are you understanding? So all of you have got one emotional issue that you want to work on. നിങ്ങൾക്ക് ഇന്ന് എനിക്ക് ഇതിനോടൊന്ന് നേരിട്ടേ പറ്റൂ എന്ന് ഉള്ള എന്തെങ്കിലും ഒരു വൈകാരിക തലം നിങ്ങൾക്കുണ്ടോ? We have already identified, everybody has identified one emotional issue they want to work on. ഒരു വൈകാരിക പ്രശ്നം നമ്മൾ കണ്ടുപിടിച്ചു. We did that a while ago in that statement, am I right? നമ്മൾ ആ ഭാഗം പറഞ്ഞ സമയത്ത് നമ്മൾ അത് ചെയ്തതാണ്. So we want to look at it from the angle of iniquity. ഇനി നമ്മൾ ചെയ്യുന്നത് അതിനെ അകൃത്യത്തിന്റെ വീക്ഷണത്തിൽ കൂടെ അതിനെ നമ്മൾ നോക്കുകയാണ്. Okay, so we will do that now. അതിപ്പോൾ നമ്മൾ ചെയ്യും.